ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചക്ക ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഈ ഉണ്ണിയപ്പം റെഡിയാക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഈ ചക്ക ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് 300 ഗ്രാം ശർക്കര ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന ചക്കയുടെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കരയുടെ അളവ് തീരുമാനിക്കാനായിട്ട്. ഇപ്പോൾ ശർക്കര ഇവിടെ നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് താഴെയായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ ഉണക്കത്തേങ്ങയുടെ കൊത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ പച്ചത്തേങ്ങയുടെ ചെറുതാക്കി കൊത്തി അരിഞ്ഞാലും മതി. ഇനി നമുക്കിത് നല്ല ബ്രൗൺ കളറാക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറവായിട്ട് വരും. ഇപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്ത് ഇവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 4 മണിക്കൂറായിട്ട് 1 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 12 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്ക ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചൂടാറിയിട്ടുള്ളത് അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ അരിയും ചക്കയും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ കുറച്ച് റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കുറേശ്ശെ ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ചേർത്ത് അരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചക്ക ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ശർക്കരപ്പാനി മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കരപ്പാനി പോരായി ഉണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചക്ക ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉള്ളത്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ കുഴിയിലും 1/4 ഭാഗം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ബാറ്റർ ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഞാനിവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉണ്ണിയപ്പ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ, ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് കുറേശ്ശെ ഓരോ കുഴിയിലേക്കും 1/4 ഭാഗം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട, അപ്പോൾ പുറത്തേക്കൊക്കെ മാവ് വരും. അപ്പോൾ
എൻ്റെ ഈ ഉണ്ണിയപ്പച്ചട്ടി ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ 2 ഭാഗവും ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും പുറമെ ക്രിസ്പി ആയിട്ടുള്ളതുമായ ചക്ക ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.